ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ന്യൂഹ വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമല്ലേ? ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് ബീട്രൂട്ട് വെച്ചങ്ങാണ്ട് എങ്ങനെ ലിപ് ബാം ഉണ്ടാക്കാമെന്നാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ നേരെ അപ്പുറത്ത് തന്നെ ഉണ്ടാവും ഒരു ബെൽ ബട്ടൺ. അതിമണ്ട് അമർത്തിക്കളോണ്ടു എന്നാൽ ഞാനിടുന്ന വീഡിയോസ് അപ്പക്കപ്പഴം നിങ്ങളെ ഫോണിക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ അതും മറക്കണ്ട. അപ്പോൾ ഇത്ര ചെറിയൊരു നന്ന ചെറുതുമല്ല നല്ല വലുതും അല്ലാത്ത ഒരു ബീട്രൂട്ടാണ് കേട്ടോ ഞാൻ എടുത്തിക്കണത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം ഒന്ന് കഴുകി ഇനി നമുക്കതിനെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ അരിഞ്ഞെടുക്കണ നമ്മൾ പിന്നെ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് വെള്ളമൊന്നും കൂട്ടാതെ നല്ലോണം ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ വെള്ളം കൂട്ടാതെ നമ്മൾ ചെറിയ ജാറിലിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാനാണ് ചെറുതാക്കി അരിയണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിത് ഫുള്ളൊന്ന് അരിഞ്ഞെടുക്കട്ടെ. നല്ല കളറുണ്ട്, നല്ല സൂപ്പറാണ്, വളരെ എളുപ്പത്തിൽ സിമ്പിളാണ്. എന്നാൽ ഇതിൽ നമ്മൾ കെമിക്കലൊന്നും ചേർക്കണമില്ല. കുട്ടികൾക്കും ഒക്കെ നമുക്ക് ചുണ്ടിലൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ തണുപ്പിനൊക്കെ ചുണ്ടിങ്ങനെ വലിഞ്ഞ് നിൽക്കുന്ന സമയത്തൊക്കെ ഇത് ഇട്ട് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല, കെമിക്കലും ഇല്ലല്ലോ. അപ്പം അങ്ങനെ ഞാനിത് ഈ മിക്സിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തേക്കണ്. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. പിന്നെ അരച്ചെടുത്തിട്ട് ഇതിൽ വെള്ളം കൂട്ടാതല്ലേ നമ്മൾ അരക്കണേ. അപ്പോൾ അത് അരച്ചെടുത്തിട്ട് ഇങ്ങനത്തെ ഇതേപോലത്തെ പിന്നെ അരിപ്പിയിലിട്ട് അരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വലിയ വലിയ തരികളും ചെറിയത് അങ്ങനെ ഉള്ളതൊക്കെ അതിൽ പിന്നെ ആകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, അരിപ്പിയിൽ പിന്നെ അരിക്കാതെ നല്ല ചെറിയൊരു പിന്നെ വെള്ള തുണി എടുത്തിട്ട്, തുണികൾ പിന്നെ നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ തയ്യൽക്കാരാകുമ്പോൾ ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു കഷ്ണം എടുത്തതാണ്. അതിലേക്ക് ഞാൻ ഇത് ഇച്ചിരി എടുത്തുങ്ങാണ്ട് ഇതേപോലെ കൈ വെച്ച് നല്ലോണം പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ നീര് മാത്രം അങ്ങോട്ട് കിട്ടും. അതിൽ ഒരു പിന്നെ തരിച്ചണ്ട ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ, തരിയൊന്നും വരുന്നില്ല. അപ്പം ഇങ്ങനെ ഞാനിത് ഫുള്ളും ഒന്ന് അരിച്ച് എടുക്കട്ടെ. അങ്ങനെ ഒരു 2-3 പ്രാവശ്യമൊക്കെ ആക്കിയപ്പോൾ അത് ഫുള്ളായിട്ടോ. അപ്പോൾ രണ്ടാമത് വെച്ചപ്പോൾ പിന്നെ ഞാൻ അതിന്മേൽ തന്നെ വെച്ചതാക്കി അതിൻ്റെ അടിക്ക് ആവുമെന്ന് വിചാരിച്ചു ഞാൻ പിന്നെ കയ്യിലെടുത്തെങ്ങാണ്ട് ഇതേപോലെ പിഴിഞ്ഞു കേട്ടോ. എങ്ങനെയാണ് അരിച്ചാൽ ഇനിയിപ്പോൾ മറ്റേ അരിപ്പ് വെച്ച് അരിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ 2-3 പ്രാവശ്യമൊക്കെ അരിച്ചേണ്ടി വരുന്നുള്ളൂ. അങ്ങനെ ആദ്യം വലിയ അരിപ്പിയിൽ അരിച്ച് പിന്നെ ചെറിയ അരിപ്പ വെച്ചെങ്ങാണ്ട് ഒന്നും കൂടി അരിച്ചെടുത്ത് ഒക്കെ എടുക്കേണ്ടി വരും. തരി ഇതിൽ വന്നു കഴിഞ്ഞാൽ അതൊരു സുഖം കിട്ടൂല. അപ്പോൾ അതൊക്കെ അരിച്ചെടുത്തിട്ട് നമുക്ക് ഇത്രയാണ് കേട്ടോ അത് കിട്ടിയിരിക്കണത്. ഇപ്പം നമുക്ക് ഇത്ര കിട്ടിയിരിക്കണ കാര്യമില്ല. ഇനി നമ്മളിത് നല്ലോണം ചൂടാക്കിയൊക്കെ എടുത്ത് ആകുമ്പോൾ ഒരു കുറച്ചേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ചാണ്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ പാനൊക്കെ നല്ലോണം ചൂടായിക്കണ്. ഇനി നമുക്കിതേക്ക് ഇത് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൈ വെക്കാതെ ഇളക്കണം കേട്ടോ. പിന്നെ നല്ലോണം കത്തിച്ചണ്ട, കുറച്ചിട്ട് കൊടുക്കുക തീ കേട്ടോ. അങ്ങനെ ഞാൻ ആദ്യം സ്പൂണ് വെച്ചങ്ങാണ്ട് കുറേ ഇളക്കി. അപ്പം തോന്നി സ്പൂണ് വെച്ച് ഇളക്കിയിട്ട് ഇത് ശരിയാവണില്ല എന്ന്. അപ്പം ഞാനൊരു ചട്ടകം തന്നെ വെച്ചങ്ങാണ്ട് ഇളക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോഴാണിത് ശരിയായി വന്നത്. അപ്പം അങ്ങനെ കുറച്ച് സമയമൊക്കെ നിന്ന് ഇളക്കണം. ഇളക്കി നല്ലോണം കുറുകി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ഉരുക്കിയ നെയ്യാണ് കേട്ടോ. കണ്ടോ, ഒരു സ്പൂൺ നിറച്ചൊന്നുമില്ല, ഒരു 1/4 സ്പൂണിലേറെ ഇച്ചിരിയും കൂടി ആക്കിയ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നമ്മൾ ഉരുക്കിയ നെയ്യ് ആക്കുകയാണ് സുഖം കേട്ടോ. അപ്പോൾ അങ്ങനെ അതും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി
പിന്നെ ഫ്ലെയിമൊക്കെ ഓഫാക്കിയിട്ട് പിന്നെ നമ്മളെ കയ്യിൽ നെയ്യല്ല തേൻ, അതും ഈ നെയ്യ് എടുത്ത അതേ അളവിന് തന്നെ കുറച്ച് തേനും എടുത്തിട്ട് അതും കൂടി അതിലിട്ട് ഒഴിച്ച് നല്ലപോലെ ഇളക്കി നല്ലോണം കുറുക്കി എടുത്തു കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കുറുക്കി എടുത്ത് കഴിഞ്ഞാൽ കണ്ടോ ഇത്രേ ഉള്ളൂ ആകെ കിട്ടുക കേട്ടോ, അത്രേ ഉള്ളൂ കിട്ടുക. പിന്നെ ഇനി നമുക്കിതിന് ചെറിയ പാത്രങ്ങളൊക്കെ കിട്ടും. ഇവിടെ പാത്രമൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മളെ നൂഹക്കുട്ടിക്കാണ് ഇപ്പോൾ ഇത് ആവശ്യം കേട്ടോ. കുറേ ദിവസമായിക്കണ് ഉണ്ടാക്കി തരുമോ ചോദിച്ചാൽ തുടങ്ങിയിട്ട്. അങ്ങനെ ഇവിടെ തന്നെ ഒരു വിക്സിൻ്റെ പാത്രം ഒഴിഞ്ഞത് ഇവിടെ ഉണ്ടായിരുന്നു. അത് നല്ലോണം കേകി ഉണക്കിയൊക്കെ കുറേ ദിവസമായിക്കണ് ഇവിടെ വെക്കൽ തുടങ്ങിയിട്ട്. അപ്പം അങ്ങനെ ഞാൻ ആ പാത്രത്തേക്കാണ് ഒഴിക്കാൻ കരുതിയിരിക്കണത്. ഇനി ഞാനിതൊന്ന് കയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇത് നിറമില്ലാത്ത ഇഞ്ച കയ്യുമ്പോൾ തന്നെ എത്ര നിറം ഉണ്ടാകുമ്പോൾ, നല്ല നിറല്ലോലൊക്കെ ഇടുമ്പോൾ നല്ലോണം നിറം ഉണ്ടാവും കേട്ടോ. നല്ല നിറമുണ്ട് കേട്ടോ, ചുമപ്പാണ്, നല്ല കുത്തുന്ന ചുമപ്പും അല്ല. നല്ല നിറമുണ്ട് കേട്ടോ. അപ്പോൾ സൂപ്പറാണ്. അപ്പം ഇനി നമുക്കിത് ഈ വിക്സിൻ്റെ പാത്രത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. വിക്സിൻ്റെ പാത്രം ഞാൻ ഓൾ കേകി വെച്ചിട്ട് അതിൻ്റെ മണമൊന്നും പോയിട്ടുണ്ടാവില്ല. ഇത് ഞാൻ വീണ്ടും ഒന്ന് കേകിയാണ്ട് വെച്ചതാണ് കേട്ടോ. അപ്പം ഇനി നമുക്കത് അതിക്ക് ഒഴിച്ചു കൊടുക്കാം. അതിക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് സമയം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ, ഒന്ന് കട്ടയാകാൻ വേണ്ടിയാണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒന്നും തരാൻ ആരും മറക്കണ്ട കേട്ടോ. അതൊക്കെ ഇപ്പം തന്നെ അങ്ങോട്ട് ചെയ്തോളി. അപ്പം അങ്ങനെ നമ്മളിത് വിക്സിൻ്റെ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തേക്കണം. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് അങ്ങനെ ഞാൻ ഒരു 10 മിനിറ്റ്, കുറച്ച് സമയം കൂടി വെക്കണം. 10 മിനിറ്റ് വെച്ചിട്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാൻ വേണ്ടിയാണ് എടുത്തതാട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടോ, നല്ല നിറമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള പുതിയ വീഡിയോസായിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ. അസ്സലാമു അലൈക്കും.